സംസാരം ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു സാലഡാണ് തയ്യാറാക്കുന്നത്. നമ്മളിപ്പോൾ ചില ദിവസങ്ങളൊക്കെ മടിയൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ അതുപോലെ ഒരു കറിയും കൂടെ വേണമെന്ന് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാലഡാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ അടുപ്പോ സ്റ്റൗവോ ഒന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനം ഉപയോഗിച്ച് തക്കാളിയുണ്ട്, ക്യാരറ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമുക്ക് ബിരിയാണിയുടെ കൂട്ടത്തിലൊക്കെ നമുക്കിത് കൂട്ടാൻ പറ്റിയ നല്ലൊരു സാലഡാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം. അതിനുവേണ്ടി ഞങ്ങളിവിടെ തക്കാളി, ക്യാരറ്റ്, സവോള, പച്ചമുളക് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ലെസ്ലി, ഞാൻ ലവ്ലി. നമ്മുടെ സാലഡ് തയ്യാറാക്കുന്നതിന് ഒരു ബൗൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവോള തീരെ കനം കുറച്ചൊന്ന് കൊത്തിയിരിക്കാം. സവോള നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. സവോള നമ്മൾ നന്നായിട്ട് ഇവിടെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചോപ്പറില്ലെങ്കിൽ നമ്മൾ കത്തി ഉപയോഗിച്ച് നടത്താൻ തീരെ കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി. അത് നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സവോള ഇല്ലെങ്കിൽ സവോളയേക്കാളും ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ചെറിയുള്ളിക്കാട്ടോ. അപ്പോൾ ചെറിയുള്ളി അഥവാ ഇല്ലെങ്കിൽ സവോള നമുക്ക് ഉപയോഗിച്ചാലും മതി. ക്യാരറ്റ് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. തക്കാളി നല്ല പഴുത്ത തക്കാളി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പഴുത്ത തക്കാളി ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. പഴുത്ത തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റു തക്കാളി ഇടുമ്പോൾ ചെറിയൊരു പുളി വരും. പഴുത്താകുമ്പം പുളി വരികയില്ല. ഈ കൂട്ടത്തിൽ കക്കരിക്കൊക്കെ ഇടാം അല്ലേ. തക്കാളി നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് 5-6 പച്ചമുളകും കൂടി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഞങ്ങളിവിടെ എടുത്തത് 2 സവോളയാണ്, അതുപോലെ ഒരു വലിയ തക്കാളി, പിന്നെ ഞങ്ങൾ ഒരു ക്യാരറ്റ്, അങ്ങനെ അളവിലാണ് എടുത്തിരിക്കുന്നത്. അതിന് 6 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അല്പം കൂടി എരിവ് വേണമെങ്കിൽ 1-2 പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോളയും പച്ചമുളകും തക്കാളിയും ക്യാരറ്റൊക്കെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പിലയും ഉപ്പും കൂടി ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ആ സവോളയും പച്ചമുളകും ക്യാരറ്റും എല്ലാം നന്നായിട്ടൊന്ന് കൂട്ടി യോജിച്ച് വരുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. സവോളയുടെ ചെറിയൊരു മധുരവും തക്കാളിയുടെ ചെറിയൊരു പുളിയും അതുപോലെ പച്ചമുളകിൻ്റെ ഒരു എരിവും ഒക്കെ വന്നപ്പം നല്ല ടേസ്റ്റാല്ലേ. സൂപ്പർ ടേസ്റ്റ് ആവും. ഇനിയിപ്പോൾ നമുക്ക് വിനാഗിരി ഒന്നും ഒഴിക്കണമെന്നില്ല അല്ലേ. എങ്ങനെയാണേലും കൂട്ടാൻ പറ്റില്ല. വിനാഗിരി പുളി ഒരു ചെറിയൊരു പുളി കൂടെ കിട്ടാൻ വേണ്ടി നമ്മൾ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങാനീരോ ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ സാലഡ് എല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി. ഒരൽപ്പം വെളിച്ചെണ്ണ കൂടി ചേർക്കാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് ഇളക്കേണ്ട ആവശ്യമില്ല. സ്പൂൺ ഉപയോഗിച്ച് ചെറുതായി ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മൾ കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതുകൊണ്ട് ഇനി സ്പൂൺ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ അടിപൊളി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ വീട്ടിൽ ക്യാരറ്റ് ഇല്ല, തക്കാളി മാത്രമേ ഉള്ളെങ്കിൽ പോലും നമുക്ക് ആ തക്കാളി ഉപയോഗിച്ച് ഈ രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.